السلام عليكم ورحمة الله وبركاته. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അല്ലാഹു തആല എല്ലാവർക്കും സന്തോഷവും സമാധാനവും റാഹത്തും സലാമത്തും ഹിഫ്ളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കുറച്ച് ദിവസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം പരിശുദ്ധ ഖുർആനുൽ ശരീഫ് വളരെ ഈസിയായി എങ്ങനെ പഠിക്കാം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് 2-3 വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഒന്ന്, പരിശുദ്ധ ഖുർആൻ ഓതിയാൽ ലഭിക്കുന്ന നേട്ടങ്ങളും മഹത്വങ്ങളും, പരിശുദ്ധ ഖുർആൻ ഓതിയ സ്ഥലത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകളുടെ വരവും അവരുടെ സാന്നിധ്യവും, അതുപോലെ അതിലേറെ പ്രധാനപ്പെട്ടതാണ് പരിശുദ്ധ ഖുർആൻ ഓതുന്നതിൻ്റെ നിയമങ്ങൾ പറയുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയമാണല്ലോ തജ്വീദ്. ഈ തജ്വീദിലെ ഉൾപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട പഠന വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്ന് മുമ്പുള്ള ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. തജ്വീദിലെ പഠന വിഷയങ്ങൾ എന്നാണ് അതിൻ്റെ ഹെഡിങ് കൊടുത്തിട്ടുള്ളത്. അതിൽ പരാമർശിച്ചിട്ടുള്ളത് തജ്വീദിലെ പ്രധാന പഠന വിഷയങ്ങൾ 6 ആ 6-ൽ ഒന്നാമത്തേത് മഖ്റജുകളാണ്. മഖ്റജ് എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥാനങ്ങൾ എന്നാണ് അർത്ഥം. നമുക്കറിയാം, അറബി ഭാഷയിൽ അക്ഷരങ്ങൾ അതിൻ്റെ സ്ഥാനത്ത് നിന്ന് തന്നെ ഉച്ചരിക്കൽ നിർബന്ധമാണ്. അങ്ങനെ അല്ലാതെ വരുമ്പോൾ നമ്മുടെ പാരായണം തെറ്റായി വരികയും അത് നിസ്കാരത്തിലാകുമ്പോൾ ഫാത്തിഹയിൽ ആണെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ നിസ്കാരം പോലും നഷ്ടപ്പെട്ടു പോകുന്ന വളരെ അപകടകരമായ ഒരു തെറ്റായിരിക്കും അത്. അതുകൊണ്ട് തന്നെയാണ് മഖ്റജുകൾക്ക് നമ്മൾ ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട്, അതിന് വളരെ ഇമ്പോർട്ടൻ്റ് കൊടുത്തുകൊണ്ട് മഖ്റജിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ മഖ്റജ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥാനങ്ങൾക്കാണ് മഖ്റജ് എന്ന് പറയുന്നത്. അതിൽ 5 സ്ഥലങ്ങളിലായി 17 മഖ്റജുകളാണ് ടോട്ടലി ഉള്ളത്. ഓക്കെ, ആ മഖ്റജുകളും 17 സ്ഥലങ്ങളും അതുമാത്രം ഇപ്പോൾ സൂചിപ്പിക്കുകയാണ്. 5 സ്ഥലങ്ങളും 17 മഖ്റജുകളും. ഒന്ന്, ഹൽഖ് എന്നാണ് പറയുന്നത്. ഹൽഖ് എന്ന് പറഞ്ഞാൽ തൊണ്ടയിൽ 3 മഖ്റജുകളുണ്ട്. 3 അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലങ്ങളുണ്ട്. അക്ഷരങ്ങൾ പുറപ്പെടുന്ന 3 സ്ഥലങ്ങൾ തൊണ്ടയിൽ തന്നെയുണ്ട്. അതേതൊക്കെയാണെന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അതുപോലെ തന്നെ 2 ലിസാനാണ്. ലിസാൻ എന്ന് പറഞ്ഞാൽ നാവ് എന്നാണ് അർത്ഥം. നാവിൽ 10 മഖ്റജുകളാണുള്ളത്. 3 ഷഫത്താനി, അതായത് 2 ചുണ്ടുകൾ. 2 ചുണ്ടുകളിൽ 2 മഖ്റജുകളാണുള്ളത്. 4 ഖൈശൂം, അതായത് തരിമൂക്ക് എന്നാണ് പറയുക. തരിമൂക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് സ്ഥലം. ഈ തരിമൂക്കിൽ 1 മഖ്റജുണ്ട്. 5 ജൗഫ് എന്ന് പറഞ്ഞാൽ വായയുടെ ഉൾഭാഗം എന്നാണ് അർത്ഥം. വായയുടെ ഉൾഭാഗത്തിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരങ്ങൾ, അതാണ് അവിടെ 1 മഖ്റജാണുള്ളത്. വായയുടെ ഉൾഭാഗത്തിൽ 1 മഖ്റജ്. ഇങ്ങനെ 17 മഖ്റജുകൾ, 5 സ്ഥലങ്ങളിലായി 17 മഖ്റജുകൾ. 5 സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഹൽഖ്, അതായത് തൊണ്ട, നാവ്, 2 ചുണ്ടുകൾ, തരിമൂക്ക്, വായയുടെ ഉൾഭാഗം.
ഓക്കെ, ഈ 5 സ്ഥലങ്ങളിലായി 17 മഖ്റജുകൾ ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കി വെക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് തുടർന്ന വീഡിയോകളിൽ നമുക്ക് ബാക്കി ഭാഗങ്ങൾ സംസാരിക്കാം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.